ജമ്മു കാശ്മീരിൽ BJP അധികാരം പിടിക്കുമെന്ന് BJP പറയുന്നു. ഒപ്പം തന്നെ അതിനുള്ള നീക്കങ്ങൾ BJP തുടങ്ങിക്കഴിഞ്ഞതായി പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവായ ഫറൂഖ് അബ്ദുള്ള, നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ചേർന്നാണ് അവിടെ മത്സരിക്കുന്നത്. നാഷണൽ കോൺഫറൻസ് നേതാവ് ഫറൂഖ് അബ്ദുള്ള പറയുന്നത് ഇത് BJP ഈ തന്ത്രം മുൻപും പയറ്റിയിട്ടുള്ളതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പയറ്റിയ അതേ തന്ത്രമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJP പയറ്റുന്നത്. അത് കൂടുതൽ വ്യക്തമായത് കഴിഞ്ഞ ദിവസം അമിത്ഷാ കാശ്മീർ സന്ദർശിച്ചപ്പോഴാണ് എന്നാണ് പറയുന്നത്. എന്തായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ BJPയുടെ തന്ത്രമെന്ന് ചോദിച്ചാൽ, അവിടെ കാശ്മീർ മേഖലയിൽ BJPക്ക് വലിയ ഹോൾഡുള്ള ഏരിയ അല്ല കാശ്മീർ. ജമ്മുവിലാണ് BJPക്ക് വലിയ മുൻതൂക്കമുള്ളത്. കാശ്മീരിൽ അവർ ഒരിക്കലും ജയിക്കില്ല എന്ന് കരുതിയെടുത്ത് അപ്നി പാർട്ടിയെയും ഒപ്പം തന്നെ പീപ്പിൾസ് കോൺഫറൻസിനെയും കൂട്ടിക്കെട്ടിക്കൊണ്ട് ഒരു പ്രഖ്യാപിത സഖ്യമായിരുന്നില്ല, അപ്രഖ്യാപിതമായ ഒരു സഖ്യത്തിലൂടെ BJPക്ക് മുന്നേറാൻ കഴിഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ശ്രീനഗറിലെ മുനിസിപ്പൽ കോർപ്പറേഷനിൽ അടക്കം സീറ്റ് നേടാൻ കഴിഞ്ഞു. ഒപ്പം തന്നെ തീവ്രവാദികളുടെ കളിത്തൊട്ടിലെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഷോപ്പിയാനും രജൌരിയിലുമൊക്കെ മെമ്പർമാരെ ജയിപ്പിക്കാൻ BJPക്ക് കഴിഞ്ഞു. ഇന്ന് ഈ അപ്നി പാർട്ടിയും ഒപ്പം തന്നെ പീപ്പിൾസ് കോൺഫറൻസുമായിട്ട് ഈ കാശ്മീർ മേഖലയിലെ പല പഞ്ചായത്തും BJP ഭരിക്കുകയും ചെയ്യുന്നു. അതേ തന്ത്രം തന്നെയാണ് നിയമസഭയിലും BJP പയറ്റുന്നത്. അതായത് നേരിട്ട് ഈ പാർട്ടികളുമായിട്ടൊന്നും തന്നെ സഖ്യമില്ല, പകരം എല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിക്കുന്നു. സീറ്റുകൾ നേടിക്കഴിഞ്ഞതിന് ശേഷം ഇവരുമായി ഒന്നിക്കുക എന്നുള്ള തന്ത്രം തന്നെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്. അതേ തന്ത്രമാണ് ഇപ്പോഴും പയറ്റുന്നതാണ് ഒമർ അബ്ദുള്ള പറയുന്നത്. അതുകൂടാതെ തന്നെ ചില സ്വതന്ത്രന്മാരെയും ഇത്തരത്തിൽ BJP പിന്തുണയ്ക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു കഴിഞ്ഞ ദിവസം റാലികളിൽ പങ്കെടുത്ത അമിത്ഷാ ഈ അപ്നി പാർട്ടിയെയും പീപ്പിൾസ് കോൺഫറൻസിനെയും കുറിച്ച് യാതൊന്നും തന്നെ പറഞ്ഞില്ല. അതിനിടയിൽ നാഷണൽ കോൺഫറൻസിൻ്റെ പേടി സ്വപ്നമായ അവാമി ഇത്തഹാദ് പാർട്ടി, അതായത് ജയിലിൽ കിടക്കുന്ന എഞ്ചിനീയർ റാഷിദ് എന്ന് പറയുന്ന വിഘടനവാദി നേതാവിൻ്റെ പാർട്ടിയാണ്. ആ പാർട്ടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാശ്മീരിൽ ഈ ഫറൂഖ് അബ്ദുള്ളയുടെ പാർട്ടിയെ തകർത്തെറിഞ്ഞത്. ആ പാർട്ടിയെ മത്സരിക്കാൻ കേന്ദ്രം അനുവദിക്കുകയായിരുന്നു. അത് തങ്ങളെ തകർക്കുവാനുള്ള ലക്ഷ്യമായിട്ട് കൂടി ഒമർ അബ്ദുള്ള പറയുന്നു. ഏതായാലും ഒമർ അബ്ദുള്ള പറയുന്നത് BJP വെറുതെ പറയുന്നതല്ല കാശ്മീർ ഭരിക്കുമെന്ന്, കാര്യങ്ങളുണ്ട്, അത് ഇത്തരത്തിലാണ് എന്നുകൂടി ഒമർ അബ്ദുള്ള പറഞ്ഞു വെക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.